ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് സായി. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊരു പഴയ ദോശ തവയാണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലെതർ അതുപോലെ തന്നെ ഗ്ലാസ്സിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് പെൻസിലാണ് ഞാനിവിടെ വരയ്ക്കാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഫോർ ലെതർ, ഗ്ലാസ്, മെറ്റൽ, അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നൊരു വൈറ്റ് പെൻസിലാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ളൊരു പടം ഞാൻ ഇതിലേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പല്ലക്കാണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പടം വരയ്ക്കാൻ നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ടും കോപ്പി ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഞാനും ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് പടം നോക്കി വരയ്ക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്കിതിൽ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യുമെന്നായിരിക്കും എല്ലാവരുടെയും ഡൗട്ട്. തെറ്റിയാലും സാരമില്ല, കാരണം നമുക്ക് ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് തെറ്റിയ ഭാഗം ഒന്ന് മായ്ച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പല്ലക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന വധുവിനെ നമുക്ക് വരയ്ക്കാം. നോർത്ത് ഇന്ത്യൻസിന്റെ ട്രഡീഷണൽ മാരേജിന്റെ പടമാണ് ഇതിൽ വരയ്ക്കുന്നത്. ഇനി വരനെ വരയ്ക്കാം. അതിന് മുമ്പായിട്ട് വരൻ കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പം ആദ്യം കുതിര വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വരനെ വരച്ചു കൊടുക്കുക. നോർത്ത് ഇന്ത്യൻ മാരേജ് ഫംഗ്ഷനിൽ കാണുന്ന അതേ സെയിം ഫംഗ്ഷൻ ഏകദേശമൊക്കെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ മാരേജ് ഫംഗ്ഷനിലൊക്കെ കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ ഹൽദി. മുമ്പൊന്നും ഹൽദി കേരളത്തിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഇടുന്ന ഡ്രസ്സും ഏകദേശവും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് മിക്ക പേരും ഇട്ട് കാണുന്നത്. അപ്പോൾ ഇനി വൈകാതെ തന്നെ വരൻ കുതിരപ്പുറത്ത് വരുന്നതും വധു പല്ലക്കിൽ വരുന്ന ഒരു രീതിയും നമ്മുടെ കേരളത്തിൽ വരുന്നതാണ്. അങ്ങനെ ഒരുവിധ ഡ്രോയിങ് ഞാനിവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഫേസിൻ്റെ ഡീറ്റെയിലിംഗ് വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പെയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും, ബ്ലാക്ക് സർഫസിൽ ഞാനിപ്പോൾ റെഡ് പെയിൻറ്റ് കൊടുത്തു. അപ്പോൾ റെഡിനൊരു ലുക്ക് വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റെഡ് അതുപോലെ തന്നെ മറ്റുള്ള കളർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബേസ് കോട്ടായിട്ട് ഇവിടെ വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നത് അത് അതേ കളറിൽ തന്നെ നമുക്ക് കാണാനും കഴിയും. അങ്ങനെ അത്യാവശ്യം ബേസ് കോട്ട് കൊടുക്കേണ്ട ഇടത്തെല്ലാം വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഏത് കളർ കൊടുക്കുന്നോ അത് അതാത് കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗോൾഡ് അതുപോലെ സിൽവറൊക്കെ ബ്ലാക്ക് സർഫസിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കളേഴ്സ് എല്ലാം ഒരുമിച്ച് കൊടുക്കാൻ നിൽക്കരുത്, ഓരോ സെക്ഷനായിട്ട് വേണം കളർ കൊടുക്കാൻ. അതായത് ഓരോന്ന് ഉണങ്ങിയതിന് ശേഷം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പെയിന്റ് ആകും. കാണുന്ന ഓറഞ്ച് കളർ വൈറ്റിൽ കൊടുത്തതുകൊണ്ടാണ് കറക്റ്റ് ആ ഓറഞ്ച് കളർ നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് ബ്ലാക്കിലാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ഒരു ബ്രൈറ്റ്നസ് ഓറഞ്ചിൽ കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ലൈറ്റ് ബ്ലൂ, ഇപ്പോൾ നമ്മൾ റെഡ് കൊടുക്കുകയാണ്. അതായത് വൈറ്റ് ബേസ് കോട്ടിൻ്റെ പുറത്താണ് റെഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കി മനസ്സിലാവും, റെഡ് നല്ലതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ബ്ലാക്ക് ബേസ് കോട്ടായിട്ട് കൊടുത്തത്? കാരണം നമ്മൾ മിക്ക പടങ്ങളിലെല്ലാം വൈറ്റാണ് നമ്മുടെ ബേസ് കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടൊരു ചേഞ്ച് വേണ്ടേ എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്.
അങ്ങനെ ഒരുവിധം പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് ഡീറ്റെയിലിംഗ് വർക്കിലോട്ട് പോകുന്നത്. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വരയ്ക്കുന്ന ഒരു 3D ഫിൽറ്ററാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് ബോർഡറിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് താഴ്ഭാഗത്ത് ഷാദി മുബാർക്കെന്നും കൂടെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് ഞാനിതിൽ വാർണിഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദോശക്കല്ലിൽ ഒരു വധുവിനെയും ഒരു വരനെയും നമ്മൾ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.